കേരളത്തിൽ ലത്തീൻ സഭ വളരെ പ്രബല ശക്തിയാണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ള സഭയും ലത്തീൻ സഭ തന്നെയാണ്. കേരളത്തിലാകമാനം 12 രൂപതകളാണ് ലത്തീൻ സഭയ്ക്കുള്ളത്. ഈ 12 രൂപതാ ബിഷപ്പുമാരും അവിടെയുള്ള പ്രതിനിധികളും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമ്മേളിച്ചിരുന്നു. അത് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ KRLCCയുടെ ജനറൽ അസംബ്ലിക്കാണ് ഇവർ സമ്മേളിച്ചത്. ഈ ജനറൽ അസംബ്ലി നിർണായകമായ ചില തീരുമാനങ്ങളാണ് എടുത്തത്. മറ്റൊന്നുമല്ല, സർക്കാർ തോന്നുംപടി പോയാൽ സർക്കാരിനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും. സർക്കാർ തോന്നുംപടി പോയാൽ സർക്കാരിനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, വർഗീസ് ചക്കാലക്കൽ. അദ്ദേഹമാണ് ജനറൽ അസംബ്ലിയുടെ ചെയർമാൻ. ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് പറയുന്നത് സർക്കാരിനെ പാഠം പഠിപ്പിക്കും. ഈ സമദൂരം എന്ന സിദ്ധാന്തമൊക്കെ ഞങ്ങളുടെ അടുത്ത് കാറ്റിൽ പറയും. രാഷ്ട്രീയക്കാരെടുക്കുന്ന തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, ഞങ്ങളുടെ ക്ഷേമത്തിന് അനുകൂലമല്ലെങ്കിൽ ഞങ്ങൾ ഈ സമദൂരമൊക്കെ എടുത്തു കളഞ്ഞ് ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാട് എടുക്കാൻ അറിയാം. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, നിങ്ങൾക്കറിയാമായിരിക്കണം. ഈ വിമോചന സമരത്തിന് ചുക്കാൻ പിടിച്ച ഒരു സഭ കൂടിയാണ് ലത്തീൻ സഭ. വിമോചന സമരത്തിന് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മുതൽ കടലോര പ്രദേശങ്ങളിലെല്ലാം, നമ്മുടെ 9 ജില്ലകൾ കടലോര പ്രദേശങ്ങളാണല്ലോ, ഈ ഭാഗങ്ങളിലെല്ലാം ലത്തീൻ സഭയ്ക്ക് ശക്തമായ വേരോട്ടമുണ്ട്. മുക്കുവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അതായത് മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും സഭാംഗങ്ങൾ, സാധാരണക്കാരായ ആളുകൾ. വിഴിഞ്ഞം സമരം നമുക്കറിയാം, പുതുവൈപ്പിൻ സമരം നമുക്കറിയാം. അവിടെയൊക്കെ എന്തുമാത്രം ശക്തമായാണ് ലത്തീൻ സഭ സമരം മുന്നോട്ട് കൊണ്ടുപോയതെന്നും അറിയാം. വിമോചന സമരത്തിന് ആദ്യത്തെ സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുമെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെ ലത്തീൻ സഭയ്ക്ക് ഈ പുഷ്പം പോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂക്കിയെടുത്ത് ദൂരെ കളയാനാകും. കാരണം അത്രയധികം അംഗബലം ലത്തീൻ സഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് വർഗീസ് ചക്കാലക്കൽ വെല്ലുവിളിക്കുന്നത് സർക്കാരിനെ നോക്കി. സർക്കാർ ഇങ്ങനെ തോന്നുംപടി പോയാൽ, ജനങ്ങൾക്ക് ക്ഷേമകരമല്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോയാൽ ഈ സമദൂര സിദ്ധാന്തമൊക്കെ എടുത്ത് ദൂരെ കളയും. എന്നിട്ട് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുക്കും. സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒന്നാമത് പ്രധാനപ്പെട്ട കാര്യം വന്യജീവി പ്രശ്നങ്ങളാണ്. വനനിയമം, ഒരു മനുഷ്യനും ഗുണമില്ലാത്ത വനനിയമം നടപ്പിലാക്കരുത്. കാരണം ജനങ്ങളുടെ സംരക്ഷണമാണ് സർക്കാർ മുഖവിലേക്ക് എടുക്കേണ്ടത്, അല്ലാതെ വന്യജീവികളുടെ സംരക്ഷണമല്ല. നിയമം സൃഷ്ടിക്കേണ്ടത് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അല്ലാതെ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയില്ല. അത് ഒന്ന് റദ്ദാക്കണം. അതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തത്, വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ അനാസ്ഥ കാണിക്കുന്ന വനം വകുപ്പ് ആ അനാസ്ഥ വിട്ട് ഉണരണം. നമുക്കറിയാം, AK ശശീന്ദ്രൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. ഈ നിലമ്പൂരിൽ PV അൻവർ സ്റ്റാർ ആയതുപോലും ഈ വന്യജീവി പ്രശ്നത്തിലാണ്. അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അദ്ദേഹത്തിന് അനുയായികൾ ഫോറസ്റ്റ് ഓഫീസിനകത്തേക്ക് ഇടിച്ചു കയറി. അങ്ങനെയാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതും അദ്ദേഹം സ്റ്റാറായി മാറുന്നതും. അതുപോലെ ഇവിടെയും ലത്തീൻ സഭ പറയുന്നത് വന്യജീവി പ്രശ്നം തന്നെയാണ്, വനം വകുപ്പിനെതിരെ തന്നെയാണ് ആക്രമണം. മറ്റൊന്ന്, JB കോശി റിപ്പോർട്ടൊക്കെ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് വളരെ കാലമായി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എന്തിനു വേണ്ടിയായിരുന്നു? പിന്നാക്ക ക്രൈസ്തവ സമുദായത്തിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം സമർപ്പിച്ചത്. പക്ഷേ അത് ഇതുവരെ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കണം, ഒന്നാമത്തെ ആവശ്യം. അതുപോലെ തന്നെ മുനമ്പത്തുള്ള വിഷയം ക്രിസ്ത്യാനികളുടെ മാത്രം വിഷയമല്ല, മനുഷ്യരുടെ വിഷയമാണ്. അവിടെ താമസിക്കുന്നവർക്ക് റവന്യൂ രേഖ കൊടുക്കണം എന്നാണ് സഭയുടെ അഭിപ്രായം. അവിടെ ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല, അവിടെ താമസിക്കുന്ന എല്ലാവർക്കും, അവിടെ വീടും സ്ഥലവുമുള്ള എല്ലാ ആളുകൾക്കും അവിടെ പൂർണ്ണ അവകാശം കിട്ടണം. അല്ലാതെ ആരെങ്കിലും ഉമ്മാക്കി കാണിക്കുമ്പോൾ അവർക്ക് കുഴലൂതുന്ന നടപടി സർക്കാർ സ്വീകരിക്കരുത് എന്ന് ലത്തീൻ സഭ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, വിഴിഞ്ഞം പുതുവൈപ്പിൻ സമരങ്ങളിൽ കേസെടുത്തു, നിരവധി ആളുകളെ പ്രതി ചേർത്തു. ഈ കേസുകൾ അടിയന്തരമായി റദ്ദാക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ വനനിയമ ഭേദഗതിയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇത്തരം കാര്യങ്ങളിൽ ഇടത് സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അനുകൂല സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാർ വൻ വില നൽകേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അവസാനിച്ച KRLCCയുടെ ജനറൽ അസംബ്ലി മുന്നോട്ട് വച്ചിരിക്കുന്ന വിഷയങ്ങൾ. തീർച്ചയായും സർക്കാരിന് ഇത് വെല്ലുവിളി തന്നെയാണ്. നമുക്കറിയാം, മുമ്പ് സൂസപ്പാക്യം പിതാവൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങനെയേ ചെയ്യൂ. അതുപോലെ തന്നെയാണ് ലത്തീൻ സഭയിൽ ഒരു തീരുമാനമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ അല്ലാതെ മാറി ചിന്തിക്കില്ല. അത് ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും. വിമോചന സമരത്തിലൂടെ EMS സർക്കാരിനെ താഴെ ഇറക്കാൻ കഴിയുമെങ്കിൽ അഴിമതി ആരോപണങ്ങളും ഇതുപോലെ കെടുകാര്യസ്ഥതയും മോശം ഭരണമെന്ന് സ്വന്തം അണികൾ പോലും വിരൽ ചൂണ്ടി പറയുന്ന ഈ സർക്കാരിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പുഷ്പം പോലെ എടുത്ത് ദൂരെ കളയാൻ ഈ ലത്തീൻ സഭയ്ക്ക് കഴിയും. കാരണം 12 രൂപതകളുണ്ട്. 12 രൂപതകളിലായി കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്രൈസ്തവരും ലത്തീൻ സഭക്കാരാണ് എന്നതും പരമാർത്ഥമാണ്. അതുകൊണ്ട് സർക്കാർ നോക്കിയും കണ്ടും പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.